ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കലാപബാധിത മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ച 3 ദിവസത്തിന് ശേഷമാണ് നടപടി. ആരാകും പുതിയ മുഖ്യമന്ത്രി എന്നതിൽ BJP നേതൃത്വത്തിന് സമവായത്തിലെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു പിന്നാലെ കനത്ത സുരക്ഷയിൽ ഇംഫാൽ താഴ്വര. ബീരേൻ സിംഗിന്റെ രാജിക്ക് ശേഷം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ തുടക്കം മുതലേ BJPയിൽ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. മണിപ്പൂരിന്റെ ചുമതലയുള്ള BJP നേതാവ് സംബിത് പാത്ര നടത്തിയ മാരത്തോൺ ചർച്ചകളിലൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കുക്കി MLA-മാരടക്കം രാഷ്ട്രപതി ഭരണം വേണമെന്ന നിലപാടെടുത്തു. ആര് വന്നാലും ഒരു വിഭാഗം തൃപ്തിയില്ലാതെ തുടരുമെന്നതിനാൽ രാഷ്ട്രപതി ഭരണം മാത്രമായിരുന്നു കേന്ദ്രത്തിന് മുന്നിലെ ഏക പോംവഴി. പൊതു തെരഞ്ഞെടുപ്പിന് 2 വർഷം ബാക്കി നിൽക്കെയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തുന്നത്. ഫെബ്രുവരി 9-നാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചത്. നിയമസഭയിൽ തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെയായിരുന്നു രാജി. ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പാർട്ടി തിളങ്ങി നിൽക്കവേ മണിപ്പൂരിൽ അവിശ്വാസ പ്രമേയം പാസായാൽ അത് തിരിച്ചടിയാവുമെന്ന് കണ്ടായിരുന്നു BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. കേന്ദ്രമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ബീരേൻ സിംഗിന്റെ രാജി പ്രഖ്യാപനം. പുതിയ മുഖ്യമന്ത്രിയായി നിരവധി പേരുകൾ ഉയർന്നു വന്നുവെങ്കിലും ഭരണകക്ഷിയിലെ മുഴുവൻ MLA-മാരുടെയും പിന്തുണയുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തതാണ് BJPക്ക് പ്രതിസന്ധിയായത്. 2 നിയമസഭാ സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി 6 മാസമായിരിക്കണമെന്നതിനാൽ തന്നെ ഭരണഘടനാപരമായ പ്രതിസന്ധിയും മണിപ്പൂരിൽ ഉടലെടുത്തു. ഫെബ്രുവരി 12-ന് നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വം വർദ്ധിച്ചു. സഭ പിരിച്ചുവിട്ടതായി കണക്കാക്കിയാൽ രാഷ്ട്രപതി ഭരണവും തുടർന്ന് തെരഞ്ഞെടുപ്പുമാണ് അടുത്ത നടപടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP താൽപ്പര്യപ്പെടുന്നില്ല. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിച്ചതിന് ശേഷം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കുമെന്നാണ് BJP നേതൃത്വം അറിയിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.